നമ്മൾ ചെയ്തത് ചാപ്റ്റർ നമ്പർ 2-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സം ഓഫ് ഹൂസ് സീറോസ് ഈസ് 2√3 ആൻഡ് ദർ പ്രൊഡക്റ്റ് ഈസ് 2. അപ്പോൾ നമുക്കിവിടെ സം ഓഫ് സീറോസും അതിൻ്റെ പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ. അത് നമുക്ക് 2√3 എന്ന് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് ആൽഫ ബീറ്റ, ദാറ്റ് ഈസ് 2. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ് എന്ന് നമുക്കറിയാം അല്ലേ? എന്താണ്? therefore റിക്വയർഡ് പോളിനോമിയൽ ഈസ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് നമ്മുടെ പോളിനോമിയലിൻ്റെ ഫോം. ഇനി നമ്മൾ ഇതിലോട്ട് ആൽഫ പ്ലസ് ബീറ്റയെ ആൽഫ ബീറ്റ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് 2√3x പ്ലസ് ആൽഫ ബീറ്റ ഈസ് 2. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഓഫ് പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 3 പ്ലസ് എക്സ്. അപ്പോൾ നമുക്കിവിടെ പോളിനോമിയൽ തന്നിട്ടുണ്ട്. നമ്മളിതിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോമിലോട്ട് നമ്മൾ ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 6 പ്ലസ് എക്സ് എന്ന് വരും. ഇനി എക്സിനെ നമ്മളിവിടെ സെക്കൻഡ് ടേമായിട്ട് എഴുതണം. അപ്പോൾ എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 എന്ന് കിട്ടി. നമ്മളോട് ഇവിടെ സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മളിവിടെ സീറോസ് കണ്ടുപിടിക്കണം അല്ലേ? സീറോസ് എങ്ങനെയാണ്? ആൽഫയും ബീറ്റയും നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പം ആദ്യം നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഒരു 2 ഉണ്ട്. അപ്പോൾ ഈ 2ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു -6 ഈസ് ഇക്വൽ ടു -12. അപ്പോൾ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -12 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 1 കിട്ടണം. അതായത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എടുക്കാം? ആഡ് ചെയ്യുമ്പോൾ +1 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 4ഉം -3ഉം എടുക്കാം. 4ഉം -3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -12 കിട്ടും. അപ്പോൾ എന്ത് വരും? 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 3x മൈനസ് 6. ഇവിടുന്ന് നമുക്ക് 2x കോമൺ എടുക്കാം. 2x കോമൺ എടുത്താൽ ബാക്കി x പ്ലസ് 2. ഇവിടുന്ന് നമുക്ക് 3 കോമൺ എടുക്കാം. 3 കോമൺ എടുത്താൽ ബാക്കി x പ്ലസ് 2. ബ്രാക്കറ്റിന് വെളി നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടുത്തെ സൈൻ ചേഞ്ച് ആകും. ഇനി ഇവിടെ നിന്ന് നമുക്ക് x പ്ലസ് 2 കോമൺ എടുക്കാം. x പ്ലസ് 2 കോമൺ എടുത്താൽ ബാക്കി 2x മൈനസ് 3. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 0 എടുത്താൽ ദിസ് ഈസ് ഇക്വൽ ടു 0. എക്സ് ഈസ് ഇക്വൽ ടു എന്ത് വരും? എക്സ് പ്ലസ് 2 ഈസ് ഇക്വൽ ടു 0 ഇട്ടാൽ എക്സ് ഈസ് ഇക്വൽ ടു -2. ഇതിനകത്തുനിന്ന് എക്സ് എന്ത് വരും? 3/2 എന്നും കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ആൽഫ എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ബീറ്റ എന്നും വിളിക്കാം. ഇനി സമ്മും പ്രൊഡക്റ്റുമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? ആൽഫ ഈസ് -2, ബീറ്റ ഈസ് 3/2. എൽസിയം എടുക്കുമ്പോൾ ഇത് -4 പ്ലസ് 3/2 ഈസ് ഇക്വൽ ടു -1/2 എന്ന് കിട്ടും. ആൽഫ ബീറ്റ, ആൽഫ എന്താണ്? -2, ബീറ്റ ഈസ് 3/2 ഈസ് ഇക്വൽ ടു -6/2 ഈസ് ഇക്വൽ ടു -3. അപ്പോൾ ആൽഫ ബീറ്റ ഈസ് -3 and alpha plus beta is -1/2.